ഇവിടെ ഗാന്ധി ഘാതകരുടെ മനോഭാവമാണ് എസ് സുരേഷ് അടക്കമുള്ള ആളുകൾക്കെന്നൊക്കെ സ്ഥാപിക്കാനായിട്ടുള്ള ആ ഒരു പെടാപ്പാട് കണ്ടപ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നിയത്. കാരണം ഗാന്ധി ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഗോഡ്സെയാണ് ശരി എന്ന് പറയുകയോ ചെയ്തുകൊണ്ട് എസ് സുരേഷ് അടക്കമുള്ള ആളുകൾ ചെയ്തു എന്ന് സ്ഥാപിക്കാനായിട്ടുള്ളൊരു ശ്രമം അത് ശരിയല്ല. അങ്ങനെയല്ല. അവിടെ തങ്ങളുടെ പേരന്റ് ബോഡിയെ അബ്യൂസ് ചെയ്തപ്പോഴാണ്, അതായത് എസ് സുരേഷ് അടക്കമുള്ള BJPയുടെ കൗൺസിലർ അടക്കമുള്ള ആളുകൾ RSS എന്ന മാതൃസംഘടനയിലും അതുപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ സംഘടനയായ BJPയിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ്. സ്വന്തം മാതൃസംഘടനയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം പൊളിറ്റിക്കലി ന്യൂട്രലായുള്ള ഒരു വേദിയിൽ അവിടെ ഈ പ്രതിമ അനാച്ഛാദന വേളയിൽ ഗാന്ധിജിയെക്കുറിച്ച് അതുപോലെ ഈ സംഘടനയെക്കുറിച്ച് അങ്ങനെയുള്ള പല കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തും പറയാം. പക്ഷേ അതിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കുത്തിക്കയറ്റാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ പോലും അവകാശമില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് തന്നെയാണ്. ആ ദൃശ്യങ്ങൾ വീണ്ടും എടുത്ത് നോക്കിയതാണ്. അതിൽ നിന്ന് കയ്യേറ്റം ചെയ്യുകയോ പിടിച്ചു വെക്കുകയോ ഒന്നും നമ്മൾ കണ്ടില്ല. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എന്തിന് SFI പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോൾ കൊടിയും കമ്പും വലിച്ചെറിഞ്ഞതുപോലെയുള്ള ഒരു പ്രതിഷേധം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചല്ലോ, സർ എന്ന് അഡ്രസ് ചെയ്തുകൊണ്ടാണ് തുഷാർ ഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചത്. തികച്ചും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. അതിനുള്ള അവകാശം എസ് സുരേഷ് അടക്കമുള്ള അവിടെ പ്രതിഷേധിച്ചവർക്കുണ്ട്.